കഴിക്കുമ്പോ 5 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. പിന്നെ കണക്കൂട്ടി നോക്കുമ്പോ 40 വയസ്സിന്റെ വ്യത്യാസം. അതെങ്ങനെ? ഞാൻ പറഞ്ഞുതരാം, കൂട്ടിക്ക. എന്നാ കേളപ്പാട്ടൻ കല്യാണം കഴിക്കുമ്പോ കേളപ്പാട്ടിന് 30 വയസ്സ്, 30 വയസ്സ്. എനക്കന്നേരം 5 വയസ്സ്. 5 വയസ്സ് 30ന്റെ പകുതിയല്ലേ 5. ഇപ്പം കേളപ്പാട്ടിന് 80 വയസ്സായി. 80ന്റെ പകുതി എത്തിരിയാ 40. പിന്നെ എനിക്കൊരു സംശയം പോലെ എങ്ങനെയാ കുരിപ്പിന് വയസ്സ് കൂടിയെന്ന് ഞാൻ അറിയാം. ഇതൊക്കെ കൂടുതലാണ് ഈ കൂടിയിട്ട്. കണക്കിനെന്തോ ഒരു ഇനി അങ്ങനെ കണ്ണാട്ടി വന്ന എന്റെ വയസ്സ് വരെ എന്റെ വയസ്സെല്ലാം പറ ഇങ്ങേതേനു എന്നെ മനസ്സിലായിട്ടില്ല. ഞാൻ അനീഷ് തിരുവമ്പാടിയുള്ള ശ്രീവല്ലീനെ പോലെ. ശ്രീവല്ലീനെ അനീഷായി എനക്കുണ്ടടവനെ കണ്ടിട്ട് മനസ്സിലായി. പെറ്റേരം പെൻസില് പോലത്തെ മോന ഇപ്പൊ പൂവൻ കോയിന്റെ ഇരിക്കുന്നു. അതൊക്കെ പോട്ടെ ജാനോടുത്തി, ഞാൻ നിങ്ങളെ കാണുമ്പോൾ ചോദിക്കുന്നു വിചാരിച്ചത്. 2 ദിവസം മുന്നേ കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിൽ കണ്ടത് എന്താ പ്രശ്നം? ആ കേളപ്പാട്ടിന്റെ പേരിൽ ഒരു പരാതി കൊടുക്കാൻ പോയി. എന്താണ് ജാനോടുത്തി വയസ്സാം കാലത്ത് പോലീസ് സ്റ്റേഷനും പരാതിയൊക്കെ ആയിട്ട്? ഞാൻ എന്തെന്നാടോ മാണ്ടേ, ഇപ്പം കേളപ്പാട്ടൻ കള്ളും കുടിച്ച് വരുവാ. ഒന്നും പറഞ്ഞ് രണ്ടും പറഞ്ഞ് തെറ്റുക. കൈ കിട്ടുന്ന സാധനം എല്ലാം എടുത്തിട്ട് എറിയാമനെ ഏറ് തുടങ്ങിയിട്ട് 3 കൊല്ലായി. അത് ശരി, 3 കൊല്ലായിട്ട് നിങ്ങൾ ഇപ്പോഴാണ് പരാതി കൊടുക്കുന്നത്? ഇപ്പൊ മോനെ ഏറ് കൊണ്ടേ. അല്ല, നമ്മുടെ ഈ കേളപ്പാട്ടനല്ല പണ്ട് ഗൾഫ് പോയെന്ന് ഉയന്റെ അമ്മേ, കേളപ്പാട്ടൻ ഗൾഫ് പോയ കാര്യമൊന്നും പറയാത്തതാണല്ലേ. അത് ഞാൻ പറഞ്ഞുതരാം. കേളപ്പാട്ടൻ ആദ്യമായിട്ട് ഗൾഫ് പോയ പണി കിട്ടിയെന്തെന്നറിയാം. അറബീന്റെ പീടിയല്ല മോനെ പണി കിട്ടിയ. അറബീന്റെ പീടിയെന്ന് പറയുമ്പോ തിരിയുന്ന കോഴി വെക്കുന്ന പീടിയ. അതാ തിരിയുന്ന ഷവർമ്മ. എന്താണ് എനിക്ക് തിരിയാത്ത കോഴി അങ്ങനെ തന്നെ ചൂടുന്നേ, ഗ്രിൽഡ് ചിക്കൻ. അതന്നെ ഈ പീടിയല്ല പണി കിട്ടി. ഒരു പൈസക്കാരൻ അറബി വന്നിട്ട് കേളപ്പാട്ടിനോട് പറഞ്ഞ് ബർമേന്റെ കോഴി വേണമെന്ന് പറഞ്ഞു. അതെന്താ ഈ ബർമേന്റെ കോഴിക്ക് പ്രത്യേകത? ബർമേന്റെ കോഴിക്ക് എന്തെന്നാ പ്രത്യേകത? സാധാ കോഴിക്ക് 100 ഉറുപ്പ്യ എങ്കിൽ ബർമേന്റെ കോഴിക്ക് 5000 ഉറുപ്പ്യ മോനെ. ഒരു കോഴിക്ക് 5000 ഉറുപ്പ്യ ജാനോടുത്തി? പൈസക്കാര് കഴിക്കുന്ന കോഴിയല്ലേ നമുക്കെന്താ മനസ്സിലാകുന്നു. അങ്ങനെ കേളപ്പാട്ടിന് ഒരു കോഴി ചുട്ടുകൊണ്ട് കൊടുത്ത് കോഴി ചുട്ടുകൊണ്ട് കൊടുത്ത പഠനം അറബി എന്ത് പണിയെടുത്ത് ചുട്ട കോയിനെ എടുത്ത് കോയിന്റെ ബേക്ക് നോക്കിയിട്ട് പറഞ്ഞു ഇത് ബർമേന്റെ കോഴിയല്ല, ഇത് പാകിസ്ഥാന്റെ കോഴിയാ. കോഴിന്റെ ബേക്ക് നോക്കിയാൽ മനസ്സിലാവും. എടാ അറബി ശീലം കഴിക്കുന്നതിൽ ഒരിക്കലും മനസ്സിലാവും. അങ്ങനെ കേളപ്പാട്ടൻ രണ്ടാമതൊരു കോഴി ചുട്ടുകൊണ്ട് കൊടുത്ത് രണ്ടാമത് അറബി ചുട്ട കോയിനെ എടുത്ത് കോയിന്റെ ബേക്ക് നോക്കിയിട്ട് പറഞ്ഞു ഇത് ബർമേന്റെ കോഴിയല്ല, ഇത് ബംഗ്ലാദേശിന്റെ കോഴിയാ, അങ്ങനെ പറ്റിക്കരുത് എന്നാണ്. അങ്ങനെ കേളപ്പാട്ടൻ മൂന്നാമതൊരു കോഴി ചുട്ടുകൊണ്ട് കൊടുത്ത് മൂന്നാമത് അറബി ചുട്ട കോയിനെ എടുത്ത് കോയിന്റെ ബേക്കോക്കിട്ട് പറഞ്ഞു ഇത് ബർമേന്റെ കോഴിയാ, ഈ കോയിനെ കൊണ്ടാ ഞാൻ ആദ്യം പറഞ്ഞു. കേളപ്പാട്ടിന്റെ ബേജാറ് കളി കണ്ടിട്ട് അറബി കേളപ്പാട്ടിനോട് ചെന്തെന്നാ പേര് പാട് കേളപ്പാട്ടൻ പറഞ്ഞു കേളപ്പ. പിന്നെ അറബി കേളപ്പാട്ടിനോട് ഏതാ രാജ്യം നീ വിളിച്ചാലും കേളപ്പാട്ടൻ നേരെ തിരിഞ്ഞു നിൽച്ച് കേളപ്പാട്ടിന്റെ ബേക്ക് അറബിക്ക് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഏത് രാജ്യാന്ന് നീ പറഞ്ഞു. അടിയയിലെ കൂടിയല്ല കിട്ടിയെന്നറിയല്ല മോനെ. അറബിയിൽ ഒരു ഡൈവർ